ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു അച്ഛൻ്റെയും മകളുടെയും കഥയാണ്. ഇന്നലെ അത് തന്നെയാണ് പറഞ്ഞത്, പക്ഷേ ഇത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു അച്ഛൻ്റെയും മകളുടെയും കഥയാണ്. അപ്പോൾ അതിനു മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കഴിയുന്നതും വീഡിയോ മുഴുവനായിട്ട് നോക്കാനും ശ്രമിക്കുക. പ്ലീസ് എല്ലാവരും എൻ്റെ വീഡിയോ മുഴുവനായിട്ടും നോക്കാൻ ശ്രമിക്കുക. പക്ഷേ എൻ്റെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് നോക്കുന്നുണ്ട് എന്ന് എനിക്ക് അറിഞ്ഞത് തന്നെ ഞാൻ ഇന്നലെ ഒരാഴ്ച മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ വീഡിയോ ഇട്ടപ്പോൾ മുതൽ എനിക്ക് കമൻറ്റ് വരാൻ തുടങ്ങി. അതായത് കമൻറ്റ് എന്ന് പറയുന്നത് യെസ് യെസ് യെസ്, എല്ലാവരും കൂടെ യെസ് എന്നിടുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്തിനാണ് ഇവരൊക്കെ ഇങ്ങനെ യെസ് ഇടുന്നത്? കാരണം എനിക്കറിയുന്നില്ല എന്തിനാണ് നിങ്ങൾ യെസ് ഇടുന്നത് എന്നുള്ളത്. അങ്ങനെ ഞാൻ വിചാരിച്ചു ഒരു മൂന്നാൾ ഇട്ടിട്ടാകുമ്പോൾ ഒരാൾ കണ്ടതിന് ശേഷം അവര് ബാക്കി രണ്ടുപേര് യെസ് ഇട്ടതായിരിക്കും. പിന്നെ എനിക്കൊരു 10ൽ കൂടുതൽ യെസ് ഇടാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് ആകെ സംശയമായി, എന്താണ് എല്ലാവരും ഇങ്ങനെ യെസ് ഇടുന്നത്? അങ്ങനെ ഞാൻ വിചാരിച്ചു എന്തായിരിക്കും. ഫസ്റ്റ് തന്നെ വിചാരിച്ചു ആ കമന്റ് ഇട്ട ആൾക്കാരോട് തന്നെ ചോദിക്കാം എന്താണ് ഈ യെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം. പിന്നീട് എനിക്ക് എന്തൊക്കെയോ പോലെ ഞാൻ അങ്ങനെ എൻ്റെ വീഡിയോസ് മുഴുവനായിട്ടും കേൾക്കാൻ ശ്രമിച്ചു. ഞാൻ എൻ്റെ വീഡിയോസ് ആദ്യം മുതൽ അവസാനം വരെ കേട്ടു. പക്ഷെ അതിൻ്റെ ഇടയിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു, ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ആ കാര്യം നിങ്ങൾക്ക് സാധിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ യെസ് എന്ന് പറയുക എന്നുള്ള കാര്യം. അതെനിക്ക് ഒട്ടും തന്നെ ഓർമ്മയുണ്ടായിരുന്നില്ല. അപ്പോഴാണ് എനിക്കറിഞ്ഞത് എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, എൻ്റെ വീഡിയോസ് കാണുന്നവർ തീർച്ചയായിട്ടും മുഴുവനായിട്ടും കാണുന്നുണ്ട് എന്നുള്ള കാര്യം. ഞാൻ സത്യം പറഞ്ഞ ഞെട്ടിപ്പോയി. കാരണം ഞാൻ ആ വീഡിയോ ഇട്ടതിന് ശേഷം പിന്നീട് നമ്മൾ ഒരു വീഡിയോ ഇട്ടാല് പിന്നെ ആ വീഡിയോനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന പോലുമില്ല. കാരണം നമ്മൾക്ക് അറിയത്ത് പോലുമില്ല എന്താണ് നിങ്ങൾ ഈ പറയുന്നത്. അങ്ങനെ ഞാൻ ഡൗട്ട് അടിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്, എന്തായിരിക്കും യെസ്. അങ്ങനെ എനിക്ക് മനസ്സിലായി എന്താണ് നിങ്ങൾ ഈ കമന്റിൽ യെസ് എന്ന് പറഞ്ഞപ്പോൾ ആർക്കും തന്നെ ഞാൻ ലൈക്ക് ഇട്ടതല്ല, അതൊന്നും തന്നെ റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ടെലിഗ്രാമിൽ ലിങ്ക് അയക്കും എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സോറി ഗൈസ്, അതെല്ലാം എനിക്ക് മറന്നുപോയി. എന്താണ് ഞാൻ പറഞ്ഞത് എന്ന് പോലും എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത്. അതുകൊണ്ട് ആ യെസ് കമന്റ് ഇട്ട എല്ലാവരും എന്നോട് ക്ഷമിക്കുക. ഞാൻ ഇപ്പോഴും ടെലിഗ്രാം തുടങ്ങിയിട്ടില്ല. തുടങ്ങിയ ഉടനെ ഞാനൊരു ഈ ആഴ്ചയിൽ എന്തായാലും തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ തന്നെ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആവാനായതിനു ശേഷം ആവുമ്പോൾ തന്നെ ഞാൻ ഒരു ടെലിഗ്രാം ചാനൽ തുടങ്ങുന്നതായിരിക്കും. അതുവരെയും എല്ലാവരും ഒന്ന് സഹകരിക്കണം. അതിനുശേഷം ഞാൻ എന്തായാലും ടെലിഗ്രാം ചാനൽ തുടങ്ങും. നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് എന്തായാലും അയക്കും. ഈ എസ് എന്നിട്ടവർ തീർച്ചയായിട്ടും കമൻറ്റ് ഡിലീറ്റ് ആക്കേണ്ടതില്ല. അവർക്ക് ഞാൻ എന്തായാലും ആ ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ വീണ്ടും ഒരു കാര്യം ഓർമ്മിക്കുകയാണ്, എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. പിന്നെ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം കൂടെ അറിയണം. എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇതുപോലുള്ള ഡ്രസ്സ് ഇട്ടിട്ടാണോ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടം? ഇതിനും എനിക്ക് എന്തായാലും കമൻറ്റിൽ അറിയിക്കണം, മറക്കരുത്. ഇത് ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. അതനുസരിച്ച് ഞാൻ അടുത്ത വീഡിയോസ് ഇടുന്നതായിരിക്കും. ഞാൻ ഇങ്ങനെയുള്ള ഡ്രസ്സ് ഇട്ട്, അതായത് മാന്യമായ ഡ്രസ്സ് ഇട്ട് വീഡിയോസ് ഇടുമ്പോഴാണ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടം. അല്ല, എൻ്റെ ഒരു വീഡിയോ ഇന്നലെ 23K എനിക്ക് അടിച്ചിട്ടുണ്ട്, വീഡിയോക്ക് വ്യൂസ് കിട്ടിയിട്ടുണ്ട്. അത് മുഴുവനായിട്ട് കണ്ട എല്ലാവർക്കും നന്ദി, താങ്ക് യു. അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോസ് മുഴുവനായിട്ട് നോക്കാൻ ശ്രമിക്കുക. ആ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു എന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ആ എസ്സിൻ്റെ കാര്യം എവിടെയോ ഇടയിലാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സ്കിപ്പ് അടിച്ചാൽ ഒരിക്കലും ആ സംഭവം കിട്ടത്തില്ല. അതുകൊണ്ട് ആ വീഡിയോസ് മുഴുവനായിട്ട് എല്ലാവരും കണ്ടിട്ടുണ്ട് എന്ന് എനിക്ക് ഉറപ്പാണ്. അതുപോലെ ഈ വീഡിയോസ് മുഴുവനായിട്ട് കാണുക. ഇതിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്, ഞാൻ ഏതുപോലുള്ള ഡ്രസ്സ് ഇടുമ്പോഴാണ് നിങ്ങൾക്ക് വീഡിയോസ് കാണാൻ കുറച്ച് കംഫർട്ട്? ഇന്നലെ എൻ്റെ 23K ഒരു വീഡിയോക്ക് വ്യൂസ് ഉണ്ടായിരുന്നു. അതുപോലുള്ള ഡ്രസ്സിങ് ആണോ, അതായത് ഇതേപോലെ മാന്യമുള്ള ഡ്രസ്സാണോ, എങ്ങനത്തെ ഡ്രസ്സാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഒരച്ഛനും ഒരു മകളും. ആ മകൾക്ക് അമ്മയുണ്ടായിരുന്നു. ഇന്നത്തെ പോലെ അമ്മയില്ലാത്ത കുട്ടിയൊന്നല്ല, നല്ല അമ്മയുള്ള ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ ആ അച്ഛന് അതെ, അമ്മയുള്ള ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ
ആ മകൾക്ക് ആ മകളുടെ ചെറുപ്പം തൊട്ടേയുള്ള എല്ലാ ആഗ്രഹവും അവർ സാധിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല റിച്ച് ആയിട്ടുള്ള ഫാമിലിയിലുള്ള ഒരു പെണ്ണായിരുന്നു അവള്. അവളുടെ പേര് ഗംഗ. അവൾക്ക് വേണ്ട എല്ലാ ആഗ്രഹവും ചെറുപ്പം തൊട്ട് അവൾ എന്താണോ ആഗ്രഹിച്ചത് അതൊക്കെ അവളുടെ അച്ഛനും അമ്മയും അവൾക്ക് സാധിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പക്ഷെ അവളുടെ അമ്മക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത്, അവള് എല്ലാ ടാറ്റോ അടിച്ചിട്ടുണ്ടായിരുന്നു, അവള് മുടിക്ക് കളർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്നും അവളെ അമ്മക്ക് പ്രശ്നമില്ല. മൂക്കുത്തിയിട്ടുണ്ട്, ഇതേപോലെ മേക്കാത് കുത്തിയിട്ടുണ്ട്, അതൊന്നും പ്രശ്നമല്ല. പക്ഷെ അവൾക്ക് വേറൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അവളുടെ പിരികത്തിന്റെ നടുവില് ഒരു സ്റ്റഡ് കുത്തണം എന്നുള്ളത്. പക്ഷെ അത് മാത്രം അവളുടെ അമ്മ എതിർത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവളുടെ അച്ഛന് അതിനോട് താല്പര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞു, നിന്റെ അമ്മയ്ക്ക് അത് കുത്തുന്നത് മാത്രമേ എതിർപ്പുള്ള കാര്യമുള്ളൂ, പക്ഷെ കുത്തി കഴിഞ്ഞതിന് ശേഷം അവളുടെ അമ്മ ഒരിക്കലും അത് അഴിക്കാൻ പറയത്തില്ല. അതുകൊണ്ട് ഒരു ദിവസം അമ്മ വീട്ടിലില്ലാത്ത സമയത്ത് ഞാൻ നിനക്ക് കുത്തിത്തരാം എന്നായിരുന്നു അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു ദിവസം രാവിലെ അവൾ എഴുന്നേറ്റ ഉടനെ അവളുടെ അച്ഛൻ അവളെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, മകളെ ഡോർ തുറക്ക്, ഡോർ തുറക്കേ എന്ന്. അങ്ങനെ അവള് വേഗം ചെന്ന് എഴുന്നേറ്റ് ഡോറ് തുറക്കുമ്പോഴേക്കും അച്ഛൻ പറഞ്ഞു, ഇവിടെ എങ്ങാനും അമ്മയില്ല, അമ്മ അമ്പലത്തിൽ പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നീ കുറേ നാളായി എന്നോട് പറയുന്ന ഒരു ആഗ്രഹം ഞാൻ സാധിച്ചു തരാൻ പോവുകയാണ്. അതായത് നിനക്ക് കാത് കുത്താൻ ഞാൻ സഹായിക്കാം മോളെ എന്ന് അച്ഛൻ പറയുകയാണ്. അങ്ങനെ അവളുടെ നിർബന്ധ പ്രകാരം അച്ഛന് അതിനു വേണ്ടി സ്വന്തം മകൾക്ക് വേണ്ടി അവളുടെ അച്ഛൻ എന്ന് പറയുന്നത് സ്വന്തം മകൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരച്ഛനായിരുന്നു. അവള് ജിമ്മിനും ഒക്കെ തന്നെ പോവാറുണ്ടായിരുന്നു. നല്ലൊരു സുന്ദരിയായിരുന്നു, നല്ലൊരു ഷൈപ്പും നല്ലൊരു കളറും ഒക്കെയുള്ള ഒരു പെൺകുട്ടി. അങ്ങനെ അമ്മ അമ്പലത്തിൽ പോയ ആ ഒരു തക്കം നോക്കി അച്ഛനും മകളും നല്ലൊരു ചാൻസ് ആയിരുന്നു. അങ്ങനെ അച്ഛനെ നല്ല തട്ടാമാറ് തട്ടുന്ന രീതിയിലുള്ള ഒരു സാധനം കൊണ്ട് അവിടെ പിരികത്തിന് 2 രീതിയിൽ അമർത്തി. അപ്പോഴേക്കും പിന്നീട് അവൾക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവള്, വേണ്ട മതി അച്ഛാ മതി, ചോര വന്നു, അമ്മ കാണും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അച്ഛനും മകളും അതൊക്കെ നിർത്തുകയാണ്. അങ്ങനെ ഒരുപാട് ശ്രമിച്ചതിന് ശേഷം അച്ഛൻ അവളും എന്ന് പറയുന്നത് ഒരു കാര്യം അത് ആഗ്രഹിച്ചാൽ മാത്രം പോരാ എന്ന് പഠിപ്പിച്ചെടുക്കുന്ന ഒരാളായിരുന്നു അവളുടെ അച്ഛൻ. അതേപോലെ സ്വഭാവമായിരുന്നു അച്ഛനും മകൾക്കും. അതുകൊണ്ട് എത്ര വേദന സഹിച്ചാലും സാരമില്ല എന്നുള്ള രീതിയിലായിരുന്നു 2 പേരും. അങ്ങനെ അവളുടെ വേദന കണ്ട് അവൾക്ക് മാത്രമല്ല അച്ഛന് നല്ല രീതിയിൽ വേദന ഉണ്ടായിരുന്നു. അങ്ങനെ ഇവർ 2 പേരും ആ ആഗ്രഹം സാധിക്കുകയാണ്. നമ്മൾ പിരികത്തിന് മീത്തെ സ്റ്റഡ് അവർ കുത്തുകയാണ്. അങ്ങനെ പിന്നീട് അമ്മ കണ്ട് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം ഞാൻ നാളത്തെ വീഡിയോയിൽ പറയുന്നതായിരിക്കും.